എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ആണ്, ഇസ്രായേലിൽ നിന്നിട്ട് കുരയ്ക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ആണ്. സത്യം പറയുകയാണെങ്കിൽ അവരെ എടുത്തിട്ട് പലരും ഊക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫുള്ള് ഞാൻ നോക്കിയിട്ടില്ല. കാരണം അതിനുള്ള ധൈര്യമില്ല. കാരണം അവർ പറയുന്ന വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വികൃതമായിട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ അവരുടെ വീഡിയോകൾ ഒഴിവാക്കി വിട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒഴിവാക്കാനായിട്ട് തോന്നിയില്ല. കാരണം അത്രയേറെ മലീനസമായിട്ടുള്ള അവരുടെ മനസ്സ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് തന്നെ അതുകൊണ്ടാണ്. എന്തായാലും ഈ പെണ്ണുപിള്ള പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. മുഴുവനും ഞാൻ കേൾപ്പിക്കില്ല കേട്ടോ, കാരണം മുഴുവനും വയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എന്നെക്കൊണ്ട് എന്തായാലും അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ട് കേൾപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമല്ലെങ്കിൽ ഒരു സ്ത്രീയല്ലേ പറയുന്നത്. എന്തായാലും കേൾക്കുക. ഒരു കല്യാണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് എങ്ങനെ തിരക്കോട് തിരക്കായിരുന്നു. ഓക്കെ, ഇപ്പോൾ ലൈവ് ചെയ്യാൻ പറ്റി. അതിനോട് തീർക്കുന്നു അത്രയ്ക്കെങ്കിലും പോരാ. ഇവിടുത്തെ കാലാവസ്ഥ അതിനായതുകൊണ്ടാണ് തന്നെടുക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാം സമ്പാദിക്കുന്നത് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇതിനെ വീണ്ടും ഒരു ദിവസം ലൈവ് വരാൻ പറ്റിയല്ലോ, സന്തോഷം. അപ്പൊ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ വല്ല അറിഞ്ഞായിരുന്നോ? നിങ്ങൾ വല്ല കേട്ടായിരുന്നോ? നമ്മുടെ ആരാണ്ടപ്പനെ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ, ഇനി അങ്ങോട്ട് വിളിക്കാൻ പറ്റും. ഇവള് പറയുന്നത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ വൃത്തികെട്ടവൾ ഇങ്ങനെ പറയുന്നത്. എന്താണ് ഇവളെയൊക്കെ പറയുന്നത്? എടി, അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പോലെ തന്നെയാണ്, അവർ വിശ്വസിക്കുന്ന ഈശ്വരനാണ്. അതിന് ഇത്രയും അധിക്ഷേപിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇനി ആറാണ്ടപ്പനെയൊന്നും ഇസ്രായേലില് കോളാമ്പി വെച്ച് കൂവി വിളിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു. അങ്ങ് തീരുമാനിച്ചു. സ്വന്തം അപ്പനെ വിളിച്ചാ മതി, ആറാണ്ടപ്പനെ വിളിക്കണ്ട എന്നുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തു. അങ്ങ് ഞാൻ പറഞ്ഞതല്ല, മനസ്സിലായോ? മനസ്സിലായില്ല അല്ലേ? ട്യൂബ്ലൈറ്റ് ആയിരിക്കും, സാരമില്ല, ഞാൻ കത്തിക്കാം. പിന്നെ ഇവക്ക് മാത്രമല്ലേ ഉള്ളു ബുദ്ധി. ട്യൂബ്ലൈറ്റ് ആണെങ്കിൽ ഞാനത് കത്തിച്ചു തരാം. അതായത് 5 നേരം കോളാമ്പി വെച്ചൊരു വിളിയുണ്ടല്ലോ, ആറാണ്ടപ്പനെ, എന്റെ ആറാണ്ടപ്പനെ. ആരാണ്ടോരപ്പനെയാണ് നമുക്ക് ദാനമായി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടാരെ മുഴുവനെയും വിളിച്ചു പോകുന്ന മാനവരിൽ മഹാനായ കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ ഇനി കോളാമ്പി കൊണ്ട് വിളിച്ചു പോവാൻ പാടില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു, നമ്മുടെ പുലിക്കുട്ടി, നമ്മുടെ സിംഹക്കുട്ടി ബെൻഗ്വിർ അങ്ങ് തീരുമാനിച്ചു. ഇത്തമാർ ബെൻഗ്വിർ അങ്ങ് തീരുമാനിച്ചു, ഇനി 5 നേരം കോളാമ്പി കൊണ്ട് വിളിക്കേണ്ട ആരാണ്. എൻ്റെ പൊന്നു സ്ത്രീ, നിങ്ങൾ എന്ത് വികൃതമായിട്ടുള്ള മനസ്സിനുടമയാണ്. നിങ്ങൾ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം, ഇസ്രായേലിലുള്ള ആൾ തീരുമാനിച്ചിട്ടുണ്ടാവാം അത് കോളാമ്പി വെച്ച് വിളിക്കേണ്ടെന്ന്. കോളാമ്പി കെട്ടി വിളിക്കേണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കോളാമ്പി വച്ച് വിളിക്കേണ്ട അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അഥവാ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നീ എന്ത് അധിക്ഷേപമാണ് പെണ്ണെ ഈ പിന്നോട്ട് പറയുന്നത്? ഇത്രയേറെ വികൃതമായിട്ടുള്ളൊരു മനസ്സുണ്ടോ സ്ത്രീകൾക്ക്? നിന്നെയൊക്കെ എങ്ങനെയാണ് സ്ത്രീകളായിട്ട് കൂട്ടുക? ഒരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നീ എന്നെ തെറി വിളിക്കുമായിരിക്കും. നീ എന്നെ തെറി വിളിച്ചാലും ഒന്നുമില്ല, കാരണം നീ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതല്ലേ. പക്ഷേ എല്ലാവരും നിന്നെ എടുത്തിട്ട് ഊക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് കേട്ടപ്പോഴുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ നാവ് പൊന്തുന്നു? കഷ്ടം തന്നെ. വർഗീയവാദി, തീവ്രവാദി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ശരിക്കും ഇവളുമാരെ പോലുള്ളവരുമാരെയാണ്. അവരെ വേണം അത്തരത്തിൽ ഒക്കെ പറയാനായിട്ട്. ആരാണ്ടപ്പനെ പോലും. എന്ത് വൃത്തികേടാ കൊച്ചെ നീ ഇരുന്നോട് പറയുന്നത്? ഇത്രയും നാളും
ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ 3 മതക്കാരും ഒരേ സ്നേഹത്തോടു കൂടിയും ഒക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. എത്ര ഐക്യതയോടുകൂടിയാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ നിന്നെ കണക്കുള്ള കുറേ അലവലാദികൾ ഇറങ്ങിയത് കാരണമാണ് ഇങ്ങനെയൊക്കെ വേർതിരിവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഇവളുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കിൻ്റെ വിഷം നോക്ക്. ഇവളുടെ വായിക്കകത്ത് ഞാനൊന്നും പറയുന്നില്ല. എടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാപമൊക്കെ മേടിച്ചാലുണ്ടല്ലോ, നിന്റെ അണ്ണാക്കിൽ ക്യാൻസർ ഒന്നായിരിക്കും ചിലപ്പോൾ നിന്റെ മരണം. അതൊക്കെ വളരെ ഭീകരമായിരിക്കും കേട്ടോ. പറയുന്നതിപ്പോൾ ആരുടെ ദൈവമാണെങ്കിലും അത് അവർ വിശ്വസിക്കുന്ന അവരുടെ ഭഗവാനാണത്. നിനക്ക് നമ്മൾ വന്ദിച്ചില്ലെങ്കിൽ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. നിന്നെയൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അവനവന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് അവനവന്റെ വീട്ടിൽ അങ്ങ് ഇരുന്നേച്ചാ മതി എന്നങ്ങ് പറഞ്ഞു. ഞാൻ ആരാണ്ടോ അപ്പനുണ്ടായതാണ് എന്ന് പറയാനായിട്ട് 5 നേരം കോളാമ്പി എടുത്തുകൊണ്ട് നാട്ടുകാരെ മുഴുവനെയും ഉറക്കം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇസ്രായേല് എടി, അത് ഉറക്കം കെടുത്തലല്ല, അത് കേൾക്കുന്നത് ഒരു ഐശ്വര്യമാണ്. അതെന്താ നിനക്കൊക്കെ തോന്നാത്തത്? നമുക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ക്ഷേത്രങ്ങളിൽ റെക്കോർഡിടും, ഭക്തിഗാനങ്ങളിടും. അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ്. അതുപോലെ തന്നെയാണ് സമയങ്ങളിൽ പള്ളിയിൽ ബാങ്ക് മുഴങ്ങുന്നത് കേൾക്കുമ്പോഴും അത് കേൾക്കുന്നത് ഒരു സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ സമയം പോലും ക്ലോക്കിൽ നോക്കാറില്ല. ചില സമയത്തൊക്കെ ബാങ്ക് വിളി കേൾക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ദൈവമേ ഇതാ ഇത്ര മണി ആയി എന്ന് പറയുന്നത്. നീ പറയുന്നു, ഛേ, ഇത്രയും അധപ്പതിക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലല്ലേ, നീ ഒരു സ്ത്രീയല്ലേ, ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചുകൂടെ നിനക്ക്? ഇനി തൊട്ട് ആറാണ്ട് അപ്പനെയൊന്നും, നിങ്ങൾ ആറാണ്ട് അപ്പന ഉണ്ടായെന്നുള്ള കഥയൊന്നും നീ എന്ത് ചെയ്യണ്ട. നാട്ടുകാരെ കോളാമ്പി വെച്ച് വിളിച്ച് നാട്ടുകാരോട് പറയണ്ട. സ്വന്തം അപ്പന് അവനവന്റെ അപ്പനെ വിളിക്കാനായിട്ട് എന്ത് ചെയ്യുക, മോസ്കിനകത്ത് കയറി ഇരുന്നിട്ട് അങ്ങ് വിളിച്ചാ മതി എന്നങ്ങ് തീരുമാനിച്ചു. ഇപ്പം ട്യൂബ്ലൈറ്റിലോട്ടെല്ലാം കത്തിയോ, കോളാമ്പി നിരോധനം കൊണ്ടുവന്നു. അതുകൊണ്ട് 5 നേരം അപ്പ സ്വൈരമായിട്ട് ഇരിക്കാം. ഇനി അവിടെയും ഇവിടെയും എവിടെയൊക്കെ ഇരുന്നോണ്ട് ആരാണ്ടപ്പന് ആരാണ്ടപ്പന്. നാട്ടില് ഞാനാണെങ്കിലുണ്ടല്ലോ, നാട്ടിൽ ഈ പാരഡി ഗാനങ്ങളുണ്ടല്ലോ, നാട്ടിൽ പിള്ളേർ പാരഡി പാടാറുണ്ട്. സത്യത്തിൽ ഇവക്ക് വട്ടാണോ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഇവക്ക് വട്ടെന്തോ ആണെന്ന് തോന്നുന്നു. വട്ടിനും ഇന്ന മട്ടെന്നുണ്ടല്ലോ. ഇവളെ ചങ്ങലയ്ക്ക് ഇട്ടാലും തീരില്ല. ഷോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പാദം മുതൽ ശിരസ് വരെ സമൂലം കൊടുക്കണം, എന്നാലേ ഇത് മാറുള്ളൂ. ഒറ്റയടിക്ക് പെട്ടെന്നൊന്നും മാറുന്ന ഭ്രാന്തൊന്നും ആണെന്ന് തോന്നുന്നില്ല. ശകലമൊക്കെ ഭ്രാന്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, പക്ഷെ ഇത് കുറച്ച് കട്ടിയാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ഇടയ്ക്കായിട്ട് ആ പാരഡി കേട്ടത്. അപ്പം ഞാൻ ആ പാരഡി കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൂറാനുണ്ടായ കഥ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. അവള് ഖുറാനെയാണ് തൂറാൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്, വൃത്തികെട്ടവള്. ഛേ, ഇവളെപ്പോലും, എൻ്റെ ദൈവമേ, എത്രയോ ഇടിമിന്നൽ വെറുതെ പാഴിപ്പോണ്. ഓരോ തെങ്ങിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഒക്കെ മണ്ടേ വീണ് എത്രയോ ഇടിമിന്നലുകൾ നശിച്ചു പോണ്. ഇവളുടെയൊക്കെ മണ്ടയിലൊരെണ്ണം വീഴാത്തത് എന്താണ്? ഇവളുടെ മാത്രമല്ല, ഇവളെപ്പോലെ വർഗീയത വിളമ്പുന്ന എല്ലാത്തിൻ്റെയും മണ്ടയിൽ ഓരോ ഇടിമിന്നൽ വെച്ചങ്ങ് വീണിരുന്നെങ്കിലുണ്ടല്ലോ, ഈ നാട് നന്നായി പോയേനെ. അത് ആരുടെ തലയിലായാലും, അത് ഹിന്ദുവിൻ്റെ തലയിലായാലും മുസ്ലിമിൻ്റെ തലയിലായാലും ക്രിസ്ത്യാനിയുടെ തലയിലായാലും, വർഗീയത ആര് വിളമ്പുന്നു അവരുടെ തലയിൽ വീഴണം. അത് ദൈവം തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ. പിന്നീടാണ് മനസ്സിലായത് തൂറാനുണ്ടായ കഥ നിങ്ങൾക്ക് അറിയണോ? ഈ തൂറാനുണ്ടായ കഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അയ്യോ, തുടക്കം എന്താണ്? മമ്മാത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഊറികളൊന്നായി കൈകൊട്ടി പാടി ആഹാ മുക്കിത്തൂറ് 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 ആഹാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. മമ്മാത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഊറികളൊന്നായി കൈകൊട്ടി പാടി ആഹാ മുക്കിത്തൂറ് മുക്കിത്തൂറ് മുക്കിത്തൂറ്
മുക്കിത്തൂറ് മുക്കിത്തൂറ് മുക്കിത്തൂറ് മുക്കിത്തൂറ് ആഹാ മുക്കിത്തൂറ് 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 അങ്ങനെ മമ്മദ് കോയ തൂറി വാരി എറിഞ്ഞതാണ്. അല്ല, സത്യം പറയുകയാണെങ്കിലേ ആണുങ്ങൾ ആരുമില്ലേ വിളച്ചപ്പ പളക്കോർണം കൊടുക്കാനായിട്ട് തൻ്റെ ഇടമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആരുമില്ലേ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, അരോചകം തോന്നുകയാണ്, അരോചകം. എന്താ ഇത്, ഈ പെണ്ണ് എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇതിന് തലയ്ക്ക് വെളിവില്ലേ? ഇതിന് ഏത് നേരത്ത് ആര് ഉണ്ടാക്കി കളഞ്ഞതാ എന്തോ. നമ്മുടെ തൂറാൻ, അതുകൊണ്ടാണ് അതിന് തൂറാൻ എന്ന് പേര് വന്നത്. ഇപ്പൊ പിടിയെത്തിയോ? അപ്പോൾ ആ തൂറാനെയാണ് ലോകം മുഴുവനും ആറാണ്ടപ്പനെ 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 ഞാനുണ്ടായത് മുത്തലിബ് എന്ന് പറയുന്ന ആറാണ്ടപ്പനെ എന്ന് അറബിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ പാട്ടിന്റെ വരികളെല്ലാം ഇതിനിടയിലുണ്ടായിരുന്നു. എന്തുവാ മുഹമ്മദ് കോയ എങ്ങനെയാ തൂറാനുണ്ടാക്കിയ ചരിത്രവും കഥയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. സതീഷ് നാരായൺ, ഒരു മിനിറ്റ്. സതീഷ് നാരായണന്റെ അമ്മയുടെ താഴെ വന്നു ആരോ പൊളിച്ച കഥ വന്ന് പറയുകയാണ്. എന്താണ് ഈ പെണ്ണുമുള്ള പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ ഒരു ബോധമില്ല. ഇതെന്ത് സ്ത്രീയാണ് സത്യം പറയുകയാണെങ്കിൽ? ഇവരുടെ വീട്ടുകാർക്ക് പോലും ഇവരെ ഓർത്തിട്ട് എന്തിനാണ് ലജ്ജയുള്ള മാതാപിതാക്കളാണെങ്കിൽ എന്നെ ഇവളെയൊക്കെ പോലെയുള്ളവളുമാരെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞാനെ. ഇങ്ങനെയുണ്ടോ നാശം പിടിച്ചതൊക്കെ? അയ്യേ, എരണം കെട്ടവള്. ഒരു എന്താണ് പറയുന്നത്, ഒരു ബൈബിളെന്നും ഖുറാനെന്നും ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് ഓരോ സംസ്കാരത്തിൻ്റെ ഓരോ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങളാണ്. അവരെ ഇത്രയും അധിക്ഷേപിച്ച് ഇത്രയും വികൃതമായിട്ട് സംസാരിക്കാനൊക്കെ ഇവക്കൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവളുമാരെ പോലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനെയൊക്കെ പിടിച്ച് വലിച്ചെടുത്ത് ജയിലിൽ കൊണ്ടിടണം. ഒരിക്കലും പുറത്തു കാണരുത്. ഇത്തരക്കാരുടെ അടുത്ത് ഇടപഴകുന്ന കുട്ടികളാണെങ്കിൽ പോലും എന്തുമാത്രം വൃത്തികെട്ട രീതിയിലായിരിക്കും വളരുന്നത്. ഭാവിയിൽ ഇവക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ദൈവമേ ജനിക്കാതിരിക്കട്ടെ. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദി അതായി മാറും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താണെങ്കിലും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് വിറച്ച് കയറി. സത്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെന്ന് വെച്ചാൽ ഇവളുമാരെ കണക്ക് നമുക്കങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സംസ്കാരവും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഫാമിലി. അതുമാത്രമല്ല നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്താലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. എന്താ പറയുന്നത്, ഇവക്കുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ പറയുന്നത്. ഇവക്കുള്ളത് കാലം കരുതി വെച്ചിട്ടുണ്ട്. അത് അവസരോചിതമായ സമയത്ത് ഉചിതമായ സമയത്ത് ഭഗവാൻ നമുക്ക് കൊടുത്തോളും. അത്രേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഈ അവലേഷണം കെട്ടവളെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, എനിക്കിത് കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ സത്യം പറഞ്ഞാലുണ്ടല്ലേ. ഇവളെയൊക്കെ ചന്തി മുളക്കം അടിച്ച് പറ്റിച്ചു കൊടുക്കണം തെരണ്ടി ബാലിന്. ഇവളെയൊക്കെ പറയേണ്ട ഭാഷയും നാവിൻ തുമ്പത്ത് വരുന്നുണ്ട്, പക്ഷെ പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല. ഒരു സ്ത്രീ ഇത്രയും അധപ്പതിക്കുമല്ലോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതിനേക്കാൾ രസമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഏത് ചാനലിലാണ് എന്നുള്ളതാണ് അതിനേക്കാളും ഭയങ്കര രസം കേട്ടോ. ഇവള് പറഞ്ഞതിലല്ല, അതിനേക്കാളും ഞാൻ കാട്ടിത്തരാം കേട്ടോ. ദേ ഈ ഒരു ചാനൽ നോക്കിക്കോ. ഈ ഒരു ചാനൽ നിങ്ങൾ അറിയുമോ? ഈ ഒരു ചാനലിനകത്താണ് ഇവളുടെ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതൊരു ടീച്ചറിൻ്റെ ചാനലാട്ടോ. അത് ഒരു മുസ്ലിംസ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ ചാനലാണ്. ആ ചാനലിലാണ് ഇവളുടെ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അന്തം വിട്ടുപോയി. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്രയും വൃത്തികെട്ടവളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരിതെടുത്തിട്ട് റിയാക്ഷനൊന്നും ചെയ്തതല്ലെന്ന് തോന്നുന്നു. ഇത് എടുത്തിട്ട് അല്ലാതെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ.
കാരണം എനിക്കിത് കണ്ടിട്ട് എനിക്ക് കാണാൻ തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് പോകെ ഇവളുടെ സംസാര രീതിയൊന്നും തീരെ ശരിയല്ല. പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ട് അതൊന്നും കാണാനായിട്ട് നിന്നില്ല. എന്തായാലും ഇവൾക്കുള്ളത് കാലം കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, അത്രേ പറയാൻ പറ്റൂ ഈ ഒരു അവസ്ഥയിൽ. പിന്നെ എന്താ വെച്ചാൽ പണ്ട് പറയുന്നൊരു ചൊല്ലുണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുത്തുകൂടെന്ന് ഉള്ള ആ ഒരു ചൊല്ലുണ്ടല്ലോ. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ സെറ്റാക്കുന്നത്. സമയം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. സമയം 1:45. എൻ്റെ അമ്മ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഞാൻ ഈ സമയത്തും ഇരുന്ന് വീഡിയോ ചെയ്യുന്നു. എന്തായാലും ഞാൻ മതിയാക്കി, എനിക്ക് മതിയായി, കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ വയ്യ, കണ്ണൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കാം. ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊന്നും പറയുന്നില്ല. സബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. കാരണം ഇത് നിങ്ങളുടെയൊക്കെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂട്ടും എന്ന് എനിക്കറിയാം ഈ ഒരു വീഡിയോ. പക്ഷെ എന്നാലും ഈ മാങ്ങാത്തലച്ചി ഇത്രയും വൃത്തികെട്ടകളായിപ്പോയല്ലോ എന്നുള്ളതാണ്. ഇവളെ പറയാനുള്ള പേരുകൾ ഇതൊന്നും അല്ല. പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചാനലിൽ അല്ലായിരുന്നെങ്കിൽ പിന്നും പറഞ്ഞേനെ. എന്തായാലും അവൾക്കുള്ളത് കാലം കരുതി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ എന്താണ്, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഇനി ഞാൻ ഉറങ്ങി മരിച്ച് വീഴും ഇവിടെ ഇനി ഇരുന്നാൽ. അപ്പോൾ ജയ് ഹിന്ദ്.